ഞാൻ പെസഹ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതുതായിട്ട് കണക്റ്റായ വ്യക്തികൾക്കും കുറച്ചുകൂടെ സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ലൈവായിട്ട് ചില കാര്യങ്ങൾ പ്രതിപാദിക്കാം, പറയാം, മനസ്സിലാക്കി തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് പെസഹ? യഹൂദ ജനം ആചരിച്ചു വന്ന പെസഹ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് ആമുഖമായിട്ട് പറയാം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എക്സോഡസ്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് ശരിക്കും ആ ഒരു പെസഹയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് 12-ാം അധ്യായമാണ്. അപ്പോൾ എക്സോഡസ് 12-ൽ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഒരു ആട്ടുകൊറ്റനെയോ, അത് ചെമ്മരിയാടിനെയോ കോലാടിനെയോ, നിങ്ങൾ ദൈവം പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മാസം, ആ മാസമാണ് നിങ്ങളുടെ എല്ലാ വർഷവും ആരംഭമായിരിക്കേണ്ടത്, ആ മാസമാണെന്നും ആ മാസം ഒരു 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിങ്ങളൊരു ആട്ടുകൊറ്റനെ, ഒരു ഫാമിലിക്ക് ഒരു ആട് എന്നുള്ള നിലയിൽ, അത് കോലാടാകാം ചെമ്മരിയാടാകാം, അതിനെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരണമെന്നും അതിന് 3 ദിവസം 14-ാം തീയതി വരെ അതിന് ആഹാരമൊക്കെ കൊടുത്ത് ആ ആടിനെ നിങ്ങൾ വളർത്തണമെന്നും 14-ാം തീയതി ആ ആടിനെ നിങ്ങൾ കൊന്നിട്ട് അതിൻ്റെ രക്തം കട്ടളമേലും കുറുപടിമേലും ഒക്കെ തേച്ചിട്ട് അതിൻ്റെ മാംസം നിങ്ങൾ ചുട്ട് കഴിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വേവിക്കാൻ പാടില്ല, പുഴുങ്ങാൻ പാടില്ല, അത് തീയിൽ തന്നെ ചുട്ടെടുത്തിട്ട് ആ മാംസം കഴിക്കണം. ആ മാംസം കഴിക്കുമ്പോൾ അടുത്ത ദിവസത്തേക്ക് അത് മിച്ചം വെക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു കുടുംബത്തിന് ഒരാടിനെ മുഴുവനായിട്ട് തിന്ന് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അയൽവാസിയായിട്ടുള്ള കുടുംബങ്ങളെയും കൂടെ നിങ്ങളോടൊപ്പം പങ്കുചേരാനായിട്ട് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരുമിച്ച് നിങ്ങൾ ഭക്ഷിക്കണം. പിറ്റേ ദിവസം അതിൻ്റെ ഒന്നും മിച്ചം വരാൻ പാടില്ല. മറ്റൊരു പ്രത്യേകത, ഈ ആടിനെ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ആടിൻ്റെ എല്ലൊന്നും ഒടിയാൻ പാടില്ല. അപ്പോൾ ആടിനെ മുഴുവനായിട്ട് നിങ്ങൾ ഭക്ഷിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വേസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, മിച്ചം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ ചുട്ട് നശിപ്പിക്കണം, കരിയിച്ച് കളയണം, ബാക്കി വെക്കാൻ പാടില്ല. ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന നിബന്ധന. അപ്പോൾ ആ രക്തം നിങ്ങൾ കട്ടളപ്പടിമേലും ആ കുറുമ്പടിമേലും ഒക്കെ തേക്കുന്ന സമയത്ത്, ദൂതൻ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഭവനങ്ങളെയൊന്നും ദൂതൻ സന്ദർശിക്കാതെ മിസ്രൈമിലുള്ള മറ്റു ജനങ്ങളുടെ ഭവനങ്ങളെ സന്ദർശിച്ച് അവിടെ ആദ്യജാതന്മാരെ കൊല്ലും എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആ അധ്യായം പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞ് ആ മാംസം ഭക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് അവിടെ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്കുള്ള യാത്ര തിരിക്കണം എന്നുള്ളതാണ് ദൈവം കൊടുത്തിരിക്കുന്ന നിബന്ധന. അപ്പോൾ അവിടെ ഇതാരോടാണ് ദൈവം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങളോടാണ്. ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഈ പെസഹ എന്ന് പറയുന്നത് ആര് ഭക്ഷിക്കേണ്ടതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ യഹൂദ ജനങ്ങളോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളോടാണ് ദൈവം ഈ നിയമം വെക്കുന്നത്, അല്ലെങ്കിൽ ഈ നിബന്ധന വെക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ചാർച്ചക്കാർ, അതായത് മറ്റുള്ള ജാതികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സമുദായത്തിൽ നിന്നോ ആൾക്കാർ നിങ്ങളോടൊപ്പം വേലക്കാരായിട്ടോ കൂലിക്കാരായിട്ടോ അടിമകളായിട്ടോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പെസഹയിൽ പങ്കെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഈ പെസഹ കഴിക്കുന്ന എല്ലാവരും, അത് യഹൂദന്മാരാണെങ്കിലും നിങ്ങളുടെ ചാർച്ചക്കാരാണെങ്കിലും, പെസഹ കഴിക്കണമെന്നുണ്ടെങ്കിൽ പരിച്ഛേദന ഏറ്റിരിക്കണം. കമ്പൽസറിയാണ്. പരിച്ഛേദന ഏൽക്കാത്തൊരു വ്യക്തി പെസഹ ആചരിക്കാൻ പാടില്ല, ആ ഒരു ആഘോഷത്തിനകത്ത് പങ്കുചേരാൻ പാടില്ല. അപ്പോൾ ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന നിബന്ധന. അതിനകത്ത് എനിക്കും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഇത് തന്നെയാണ്. പെസഹ ആചരിക്കാനായിട്ട് ദൈവം പറയുന്നത് ഇസ്രായേൽ ജനങ്ങളോടാണ്. അതിനകത്ത് ആചരിക്കുന്ന ഏതൊരു വ്യക്തിയും പരിച്ഛേദന ഏറ്റിരിക്കണമെന്നുള്ളത് കമ്പൽസറിയാണ്. ഇതാണ് പെസഹയെക്കുറിച്ച് പറയാനുള്ളത്. ഇത് തലമുറയായിട്ട് എല്ലാ വർഷവും ആചരിക്കണമെന്ന് ദൈവം പറഞ്ഞു. ഒരാഴ്ചയാണ് അത് നീണ്ടു നിൽക്കുന്ന ആചരണം. 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ്. അതിൽ 1-ാം തീയതിയും 7-ാം തീയതിയും വിശുദ്ധ ദിവസമായിട്ട് ആചരിക്കണം, ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ നിബന്ധനകൾ അതിനകത്ത് പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തെയാണ് ജീസസിൻ്റെ കാലഘട്ടത്തിലും പെസഹ പെരുന്നാളായിട്ട് ആചരിച്ചു വന്നത്. അപ്പോൾ ഇനി ഞാൻ പുതിയ നിയമത്തിലേക്ക് വരട്ടെ. ഈ ഒരു ആമുഖം മതിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പെസഹയെക്കുറിച്ച് മനസ്സിലാകാൻ. അപ്പോൾ യേശുവും യഹൂദനായതുകൊണ്ട്, ഇസ്രായേൽ ആ ഗോത്രത്തിനകത്ത്, ഇസ്രായേൽ ആ പാരമ്പര്യത്തിനകത്ത് ജനിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് യേശുവും ഈ പെസഹ വർഷാവർഷം ആഘോഷിച്ച് വന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ യേശു വളർന്നത് ആ മതവ്യവസ്ഥയ്ക്ക് കീഴെ ആയതുകൊണ്ട്, ന്യായപ്രമാണ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടവനായി ജനിച്ച് വളർന്നതുകൊണ്ട്
എല്ലാ വർഷവും യേശുവും ഈ പെസഹ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അനുഷ്ഠിച്ചു വന്നിരുന്നു. അപ്പോൾ യേശു ഈ പെസഹ അവസാനത്തെ പെസഹ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത്, അതെനിക്ക് തോന്നുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിനകത്താണ് യേശു പെസഹ ആചരിച്ചതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള സുവിശേഷങ്ങളിലും അതിനുള്ള പരാമർശമുണ്ട്. ഞാൻ ഇന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം വാക്യം മുതൽ താഴോട്ടാണ് ആ പെസഹ പെരുന്നാളിൻ്റെ കാര്യങ്ങൾ, യേശു അനുഷ്ഠിച്ചതിനെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രതിപാദിക്കുന്നത് 7-ാം വാക്യം മുതലാണ്. ഓക്കെ, എന്നിട്ട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് താഴോട്ട് വരുമ്പോൾ 14-ാം വാക്യം മുതലാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ. ഓക്കെ, അപ്പോൾ അവിടെ 15-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. യേശു പറയുക, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ പെസഹയുടെ ഞാൻ നേരത്തെ ഒരു ആമുഖം പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ബൈബിളിൽ എവിടെയൊക്കെ ആട് എന്ന് പറഞ്ഞിരിക്കുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചിട്ടാണ് ഈ ആടെന്നുള്ള സിമ്പൽ വെച്ചിട്ട്, മെറ്റാഫോർ വെച്ചിട്ട് പറയുന്നത്. ആട് മനുഷ്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ 23-ാം സങ്കീർത്തനത്തിനകത്തും ഒരാടും ഒരു ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു, കിടത്തുന്നു, ഉറക്കുന്നു, പിന്നെ ആഹാരം തരുന്നു എന്നൊക്കെയുള്ള ആ ദാവീദ് പറയുന്ന ആ ഒരു ആടും ആട്ടിടയനും തമ്മിലുള്ള ബന്ധം, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ആടും ആട്ടിടയനെയും പോലെയാണ് എന്നുള്ള രീതിയിൽ പല പരാമർശങ്ങളുമുണ്ട്. അപ്പോൾ ഈ എക്സോഡസിനകത്ത്, പുറപ്പാടിനകത്ത് 12-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒരു മെറ്റാഫോറാണ്. അവിടെ ആടിനെ അറുക്കണം, രക്തം തളിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ആടിനെ അറുക്കുന്നതും രക്തം തളിക്കുന്നതൊന്നും അല്ല അതിനകത്തുള്ള ഇന്നർ മീനിങ്. ശരിക്കും അതിനകത്തുള്ള ഇന്നർ മീനിങ്, സ്പിരിച്വൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിനകത്ത് അടിമയായി കിടക്കുമ്പോൾ ആ അടിമത്തത്തിനകത്തുള്ള വിമോചനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിനകത്തുള്ള ആദ്യജാതന്മാർ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള വ്യക്തികൾ അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോഴൊക്കെ ഈജിപ്തിലുള്ള രാജാവും അവരുടെ പടയാളികളും എല്ലാം കൂടെ ഇവരെ കൊന്നുകളയുമായിരുന്നു. പലപ്പോഴും പല വിപ്ലവ സമരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളുടെ ഭവനങ്ങളിലുള്ള ആദിജാതന്മാരെല്ലാം അല്ലെങ്കിൽ ആൺതരികളെല്ലാം മിക്കവാറും എല്ലാം വാളിനിരയായി, അവരെല്ലാം ബലിയാടായി തീർന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രക്തസാക്ഷിയായി തീർന്നു. സോ ആ ഒരു കാര്യത്തെയാണ് ശരിക്കും അവിടെ ഈ ഒരു ആടിൻ്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും ഒക്കെ തളിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, മിക്കവാറും എല്ലാ ഭവനത്തിനകത്തുമുള്ള ആൺതരികൾ ഈ ഒരു വിപ്ലവ സമരത്തിനകത്ത്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അവിടെ നിന്ന് അവർക്ക് ജീവഹാനി സംഭവിച്ചു, രക്തസാക്ഷിയായി മാറി എന്നുള്ളതിൻ്റെ അനുസ്മരണമാണ് ഈ ആടിനെ കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആടിനെ അറുക്കുക, രക്തം തളിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യഥ എത്രയോ വർഷങ്ങൾ കൊണ്ട് അവർ ആ ഒരു വിപ്ലവ സമരത്തിനകത്ത് അന്നത്തെ ആ ജനസമൂഹത്തിനകത്തുള്ള ആൺതരികളെല്ലാം അങ്ങനെ സ്വന്തം ജീവനെ ബലിയഴിപ്പിച്ചിട്ടാണ് അവരവിടെ നിന്ന് ഒരു വിമോചനം നേടുന്നത്. അതിൻ്റെ ഓർമ്മയാണ് ശരിക്കും പെസഹ. അപ്പോൾ ആ സമയത്തൊക്കെ അവരുടെ രക്തം ഇങ്ങനെ തിളച്ച് നിൽക്കുമായിരുന്നു. എസ്പെഷ്യലി അന്നത്തെ യുവാക്കളുടെ രക്തം തിളച്ച് നിൽക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിനകത്ത് നിന്ന് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്തത്തിളപ്പ് അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യത്തെയാണ് ഒരു സിംബോളിക്കായിട്ട് അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ രക്തത്തിളപ്പിൻ്റെ കാര്യം പറയാൻ കാരണമുണ്ട്, ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പോൾ യേശുവിൻ്റെ കാലത്തെത്തിയപ്പോഴത്തേക്ക് ഈ ഒരു ആഘോഷം വെറും ഒരു ആഘോഷമായിട്ട് അങ്ങ് ചുരുങ്ങി. അതിനകത്തുള്ള ആ ഒരു ശരിക്കുമുള്ളൊരു പ്രസരിപ്പ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ശരിക്കുമുള്ള സ്പിരിറ്റ് നഷ്ടപ്പെട്ടിട്ട് വെറും ഒരു ആചാരമായിട്ട്, വെറും ഒരു ആഘോഷമായിട്ട് അതിനിങ്ങനെ ചുരുങ്ങി അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനകത്തുള്ള ആ ഒരു വാല്യൂ ഒക്കെ നഷ്ടപ്പെട്ടിട്ടായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള പെസഹയൊക്കെ ആചരിക്കാൻ തുടങ്ങിയത്. നമുക്ക് പറയാമല്ലോ, നമ്മളിന്ന് പല ആഘോഷങ്ങളും, അത് നമ്മുടെ ദേശീയ ആഘോഷമാണെങ്കിലും നമ്മുടെ മതപരമായ ആഘോഷങ്ങളാണെങ്കിലും ഇന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനകത്തുള്ള കാതലായിട്ടുള്ള കാര്യമൊന്നുമില്ല. കുറച്ച് ഈ
ഇളക്കപ്പെരുപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള സത്തയൊന്നും നമ്മളിന്ന് നോക്കാറില്ല. അപ്പോൾ അതേ രീതിയിൽ അന്നത്തെ പെസഹയും യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള പെസഹ ആഘോഷവും അതിൻ്റെ വീര്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വെറും ഒരു ആചാരാനുഷ്ഠാനം എന്നുള്ള നിലയിൽ മാത്രം നടന്നിരുന്നൊരു സമയത്താണ് യേശു അത് ആചരിച്ചു വന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ശ്രദ്ധയോടെ, കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. യേശു മതത്തിൻ്റെ അധീനതയ്ക്കകത്ത് അപ്പനും അമ്മയും അവൻ്റെ മതത്തിനകത്ത് വളർത്തി ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവനായിട്ട് അവൻ ജനിച്ച് ആ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ചത് കൊണ്ടാണ് യേശുവും പെസഹ ആചരിച്ചു വന്നത്. പക്ഷെ ഒരു സമയം എത്തിയപ്പോൾ ഈ ബൈബിൾ പറയുന്ന ഓർഡർ നിങ്ങൾ നോക്കരുത്. ബൈബിൾ പറയുന്ന ഓർഡർ ഒരു ആലങ്കാരിക ഭാഷയിൽ എഴുതി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നിങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആ ഓർഡർ അല്ല ശരിക്കും യഥാർത്ഥമായ ഓർഡർ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഓർഡർ ബൈബിൾ എഴുതിയിരിക്കുന്നതിന് വിഭിന്നമായിട്ടുള്ളൊരു രീതിയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആശയം അതാണ് ശരിക്കുമുള്ള സത്യവും. അപ്പോൾ യേശു തൻ്റെ ഒരു 30-ാമത്തെ വയസ്സിൽ ഒരു പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്ന രീതിയിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജമായപ്പോൾ യേശു ആദ്യം ചെയ്തത് താൻ അന്ന് വരെ കണക്റ്റഡായിട്ട് നിന്ന മതവ്യവസ്ഥയിൽ നിന്ന്, യഹൂദൻ്റെ മത ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ടോട്ടലി വെളിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പെസഹ ആചരണം വരുന്നത്. അപ്പോൾ അവിടെയാണ് യേശു പറഞ്ഞത്, ഇനി ഞാൻ ഈ പെസഹ ആചരിക്കത്തില്ല. അതായത് പെസഹ ആചരിക്കില്ല എന്ന് പറയാൻ കാരണം ഇതാണ്, ഞാൻ ഇനി ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, ദൈവരാജ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിനകത്തുള്ള പ്രവർത്തനങ്ങൾ, അതിനകത്തുള്ള ജീവിതശൈലിയാണ് ഇനി അങ്ങോട്ട് ഞാൻ അവലംബിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണം ദൈവരാജ്യത്തിനകത്താണ്. ഇനി ന്യായപ്രമാണത്തിനോ മോശയുടെ പ്രമാണങ്ങൾക്കോ ആ ദേവാലയ വ്യവസ്ഥകൾക്കോ അങ്ങനെ മോശയിൽ തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും ഇനി പ്രാധാന്യമില്ലാത്തത് കൊണ്ട് ഞാനിനി ഈ വർഷം മുതൽ, ഇതെൻ്റെ ലാസ്റ്റ് പെസഹയാണ്, ഈ വർഷം മുതൽ ഞാൻ ഇനി പെസഹ ആചരിക്കത്തില്ല. ഇനി ഞാൻ വൈൻ കുടിക്കത്തില്ല. പെസഹയുമായിട്ട് അനുബന്ധമായിട്ട് വൈൻ ഞാൻ കുടിക്കത്തില്ല, അപ്പവും തിന്നത്തില്ല. സോ ഇത് രണ്ടും എൻ്റെ അവസാനത്തെ പെസഹയാണ്. ഇനി ഈ മാംസത്തിനും ഈ വൈനും ഞാൻ എന്താകത്തില്ല, പങ്കുചേരത്തില്ല. അത് ദൈവരാജ്യത്തിൽ പൂർത്തിയാകുവോളം ഞാൻ ഇതിനകത്തുനിന്ന് ഡിസ്കണക്റ്റായി നിൽക്കാൻ പോവുക. അതായത് ന്യായപ്രമാണ വ്യവസ്ഥയ്ക്കകത്തുള്ള കാര്യങ്ങൾ മുഴുവനും ദൈവരാജ്യത്തിനകത്ത് ഫുൾഫില്ലായി ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ നീ ജീവിക്കണം, മതവ്യവസ്ഥ ഇനി വേണ്ട. അതാ യേശു പറയാൻ ആഗ്രഹിച്ച കാര്യം. അപ്പോൾ ആ പെസഹയോടുകൂടെ യേശു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മോചിതനാകുകയാണ്, അല്ലെങ്കിൽ മതവ്യവസ്ഥയിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് ജീസസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് ഇനി ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കില്ല എന്നും ഈ പെസഹ അപ്പത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇനി അടുത്ത പെസഹ മുതൽ ഞാനത് അനുഷ്ഠിക്കില്ല എന്നും യേശു പറയാൻ കാരണം. കംപ്ലീറ്റ്ലി ആ വ്യവസ്ഥയിൽ നിന്ന് യേശു പുറത്തു വരാൻ ആഗ്രഹിച്ചു. സോ ഇതെത്രത്തോളം ആർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും, മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് അതിനകത്തുള്ള ശരിക്കുമുള്ള ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് നല്ലവണ്ണം നിങ്ങൾ ഉറപ്പിക്കണം. ഈജിപ്തിൽ നിന്നുള്ള ആചാരാനുഷ്ഠാനത്തിൻ്റെ ഫുൾഫിൽമെൻ്റാണ് പെസഹ. അത് യേശു മതത്തിനകത്ത് നിന്നപ്പോൾ അനുഷ്ഠിച്ചു വന്നു. ഇനി യേശു അത് അനുഷ്ഠിക്കത്തില്ല എന്ന് യേശു തന്നെ പറഞ്ഞ് ശിഷ്യന്മാരോട് ഉറപ്പിക്കുകയാണ്. ഇനി അടുത്ത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു പെസഹ അവസാനമായിട്ടുള്ള പെസഹ ആചരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ അടുത്ത് പറയുവാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പം നുറുക്കി തരികയും ഈ പാനപാത്രം വാഴ്ത്തി തരികയും ചെയ്യുമ്പോൾ നിങ്ങൾ അന്ന് ഈജിപ്തിൽ നടന്ന സംഭവത്തെ അല്ല ഇനി ഓർക്കേണ്ടത്. സോ ഈ പെസഹയിൽ നിങ്ങൾ ഇനി ഓർക്കേണ്ടത്, കാരണം യേശു തൻ്റെ ബാല്യം മുതൽ 30-ാമത്തെ വയസ്സ് വരെ പല പെസഹകളും ആചരിച്ചു. അപ്പോഴൊന്നും യേശു ഇത് പറഞ്ഞിട്ടില്ല. ഈ മതവ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു പ്രത്യേക ലാസ്റ്റ് ആ പെസഹ ആഘോഷിക്കുന്ന സമയത്താണ് യേശു പറയുന്നത്, ഈ പെസഹ ഞാൻ നിങ്ങളുടെ അടുത്ത് ആഘോഷിക്കുമ്പോൾ, നിങ്ങൾ എന്നോടൊപ്പം ഇതിൽ പാർട്ടേക്ക് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഈ പെസഹയിൽ ഓർക്കേണ്ടത് അന്ന് ഈജിപ്തിൽ നടന്ന, ദൈവം ഓർക്കാൻ പറഞ്ഞ, മോശ ആചരിക്കാൻ പറഞ്ഞ ആ ഒരു വിമോചന സമരത്തെ അല്ല നിങ്ങളിനി അനുസ്മരിക്കേണ്ടത്. അന്ന് ഒത്തിരി ഇസ്രായേൽ യുവാക്കൾ ബലിയായിട്ടുണ്ട്. അവരുടെ രക്തം ചിന്തി വിമോചന സമരത്തിന് വേണ്ടിയിട്ട് ബലിയാടായിട്ടുണ്ട്. നിങ്ങളിനി അവരെ ഓർക്കണ്ട.
അവരെ ഓർക്കാനാണല്ലോ നിങ്ങൾ ഇന്ന് ഇത്രയും നാൾ പെസഹ ആചരിച്ച് വന്നത്. ഇനി നിങ്ങൾ അവരെ ഓർക്കണ്ട, കാരണം അത് നിങ്ങളുടെ മനസ്സിനകത്ത് അതിൻ്റെ വീര്യമൊക്കെ പോയി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ, യേശുവാണ് ഇനി പെസഹ ആചരിക്കത്തില്ല എന്ന് പറയുന്നത്, ശിഷ്യന്മാർ ഇനിയും പെസഹ ആചരിക്കും, അടുത്ത വർഷവും അവരാചരിക്കും. സോ നിങ്ങൾ ഇനി പെസഹ ആചരിക്കുമ്പോൾ, ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് എല്ലാ വർഷവും നിങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ, നിങ്ങൾ ഇനി ഈജിപ്തിൽ നടന്ന കാര്യത്തെ അല്ല ഓർക്കേണ്ടത്, അത് തണുത്തുറഞ്ഞു പോയി. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ജീവിതം, എൻ്റെ രക്തവും മാംസവും എന്ന് പറയുന്നത്, അതിൻ്റെ ശരിക്കുമുള്ള ആന്തരിക അർത്ഥം എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ്, ഞാൻ ഇസ്രായേൽ ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളത് കോറിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സിങ്ക് ചെയ്തതെന്ന് ചിന്തിക്കണം. സോ പണ്ട് ഇത് നടന്നു, എവിടെ നടന്നു? ഈജിപ്തിൽ ഇസ്രായേൽ ജനങ്ങൾ അടിമത്വത്തിൽ കടന്നപ്പോൾ അവിടുന്ന് ആ ഇസ്രായേൽ ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് പല യുവാക്കളും രക്തം തിളച്ചിട്ട് അവരുടെ ലൈഫിനെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ഇസ്രായേൽ ഗോത്രത്തിന് വേണ്ടിയിട്ട് അവരവരുടെ ജീവിതത്തെ ഹോമിച്ചു. അവരുടെ രക്തവും മാംസവും അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു, രക്തസാക്ഷ്യം വഹിച്ചു. സോ അതിനുശേഷം അത് തണുത്തുറഞ്ഞ് കിടക്കുക. ഇപ്പോഴും ഇസ്രായേൽ ജനങ്ങൾ ഒരു അടിമത്വത്തിൽ കിടക്കുക. അന്ന് ആരുടെ അടിമത്വത്തിലായിരുന്നു? ഈജിപ്തിൻ്റെ അടിമത്വത്തിലായിരുന്നു. ഇന്ന് ആരുടെ അടിമത്വത്തിലാണ്? മോശയുടെ ന്യായപ്രമാണത്തിനെ വച്ചിട്ട് കുറച്ച് ജനങ്ങൾ, പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സദൂക്യരും പരീശന്മാരും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മതസംഹിതയുടെ അടിമത്വത്തിലാണ് ഇന്ന് ഇസ്രായേൽ ജനങ്ങൾ. അപ്പോൾ അന്ന് അടിമത്വം ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ കൾച്ചറിനകത്ത് അടിമത്വത്തിലായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ. അവിടെ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വ്യക്തികൾ രക്തത്തിളപ്പ് കാണിച്ചു. അതിൻ്റെ ഓർമ്മയാണ് ഇന്നത്തെ പെസഹ. പക്ഷേ ഇന്നത് തണുത്തുറച്ച് കിടക്കുകയാണ്. പക്ഷേ ഇന്നും ഒരു വിമോചനം ആവശ്യമാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? അന്ന് ഈജിപ്തിൽ നിന്നായിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മതസംഹിതയ്ക്കകത്ത് നിന്നുള്ള ഒരു വിമോചനമാണ് ഇന്ന് ആവശ്യം. പക്ഷെ ഇന്നാരും ആ വിമോചനത്തിന് വേണ്ടി ആഗ്രഹമുണ്ടെങ്കിലും ആ വിമോചനത്തിന് വേണ്ടിയിട്ട് ആരും തയ്യാറെടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഞാൻ ആ വിമോചന സമരത്തിന് എൻ്റെ ലൈഫിനെ, എൻ്റെ രക്തത്തെയും മാംസത്തെയും, എൻ്റെ ജീവിതത്തെ ഞാൻ അതിനു വേണ്ടി ഹോമിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാം, നിങ്ങളെപ്പോലെ എല്ലാവരെ പോലെയും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ യുവത്വത്തിനകത്ത് എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ജീവിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിനെ നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, ഈ അടിമത്വത്തിനകത്ത് നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാം. ഇതാണ് യേശു പറഞ്ഞ തൻ്റെ ശരീരവും മാംസവും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2000 വർഷം മുമ്പ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് യേശു തന്നെ സമർപ്പിക്കുവാണ്. ഇന്ന് ഇതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇസ്രായേൽ ഗോത്രമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ജൂയിഷ് കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ഇന്ന് അതിന് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് ഇത് ആനുകാലികമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. അന്ന് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സദൂക്യന്മാരും പരീശന്മാരും കൂടെ ചേർന്ന് അന്ന് ഇസ്രായേൽ ജനങ്ങളെ അവരുടെ മതത്തിനകത്ത് അടിമത്വത്തിനകത്താക്കി വെച്ചിരുന്നത് പോലെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം, ഇന്നത്തെ ക്രിസ്തീയ സഭ, അതേത് ഡിനോമിനേഷനും ആകട്ടെ, പഴയ പാരമ്പര്യമായിട്ട് 2000 വർഷം മുതലുള്ള പാരമ്പര്യത്തിലുള്ള ഡിനോമിനേഷൻ ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂണുമൂല പൊട്ടിമുടച്ച ന്യൂജൻ ജനറേഷനിലുള്ള ചർച്ച വിഭാഗമാണെങ്കിലും ഇന്ന് ഈ ക്രിസ്തീയ സമൂഹത്തെ ആ മത നേതാക്കന്മാർ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചട്ടവട്ടങ്ങൾ കൊണ്ട്, ഡോക്ട്രിൻസ് കൊണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇന്നും അടിമത്വത്തിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യമില്ല. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം അന്ന് ഈജിപ്തിൽ നിക്ഷിപ്തമായതുപോലെ, യേശുവിൻ്റെ സമയത്ത് നിക്ഷിപ്തമായിരുന്നതുപോലെ ഇന്നും ജനങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മതവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടു പോകാനായിട്ട് എല്ലാവരെയും ഈ അടിമച്ചങ്ങലയ്ക്കകത്ത് മതം തളച്ചിട്ടിരിക്കുക. സോ ഇന്നും ഇതിന് പ്രസക്തിയുണ്ട്. അപ്പോൾ അന്ന് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇസ്രായേൽ ജനങ്ങളെ മതം അടിമത്വത്തിൽ വെച്ചിരിക്കുന്നതിനകത്ത് നിന്ന് ഒരു മോചനം കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ ശരിക്കും ദൈവം എന്നിലിട്ടിരിക്കുന്ന കോളിംഗ് എന്ന് പറയുന്നത് ഈ മതവ്യവസ്ഥയ്ക്കകത്ത്, ഈ കാലഘട്ടത്തിലെ മതവ്യവസ്ഥയ്ക്കകത്ത് ശ്വാസം മുട്ടി
ദൈവത്തെ ശരിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റാത്ത, ആസ്വദിക്കാൻ പറ്റാത്ത ജനവിഭാഗങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക്, ആ മതത്തിൻ്റെ അടിമച്ചങ്ങലിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സെയിം കോളിംഗ് ആണ് എന്നിലും കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളരെ ഷാർപ്പായിട്ട് മതത്തിനെതിരെയും മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയും മതം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോക്ട്രിൻസിനെതിരെയും വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ കാര്യം. ഫൈൻ. സോ ജീസസിൻ്റെ അവസാനത്തെ പെസഹ എന്ന് പറയുന്നത് ജീസസിൻ്റെ ഡെഡിക്കേഷനും ഒപ്പം തന്നെ ആ മതവ്യവസ്ഥയ്ക്കകത്തുനിന്ന് ജീസസിൻ്റെ പുറത്തേക്കുള്ള വരവുമായിരുന്നു അന്ത്യ അത്താഴത്തിൻ്റെ അല്ലെങ്കിൽ അവസാനത്തെ പെസഹയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫൈൻ. അപ്പോൾ ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങളും അറിയണം, യഹൂദന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പെസഹ, ഈജിപ്തിൽ നിന്ന് വിമോചന സമരത്തിൻ്റെ ആ ഒരു അനുസ്മരണമായിട്ട് ആഘോഷിച്ച് വന്നിരുന്ന പെസഹ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവസാനത്തെ പെസഹയിൽ യേശു അതിനെ തിരുത്തിക്കുറിച്ചു. ഇനി അതല്ല ഓർക്കേണ്ടത്, ഇനി നിങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ, ഇത് പറയുന്നത് യഹൂദന്മാരോടാണ്, നമ്മളോടല്ല. ഇത് പറയുന്നത്, യേശു പറയുന്നത് പെസഹ ആചരിക്കുന്ന യഹൂദന്മാരോടാണ്. നിങ്ങൾ ഇനി അടുത്ത വർഷം മുതൽ പെസഹ ആചരിക്കുമ്പോൾ ഈജിപ്ഷ്യൻ കൾച്ചറിനെ നിങ്ങൾ ഓർക്കണ്ട, അവിടെയുള്ള വിമോചന സമരത്തെ നിങ്ങൾ ഓർക്കണ്ട. ഞാനിതാ ഇന്നൊരു വിമോചന സമരം തുടക്കം കുറിക്കുകയാണ്. എൻ്റെ ലൈഫ് ഇനി നിങ്ങളുടെ വിമോചനത്തിനായി. അപ്പം നിങ്ങൾ അടുത്ത വർഷം മുതൽ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന എൻ്റെ ഡെഡിക്കേഷൻ ഓർത്ത് വേണം നിങ്ങളിനി പെസഹ ആചരിക്കാൻ. ഇതാണ് സുവിശേഷങ്ങളിൽ അത് കഴിഞ്ഞ ശിഷ്യന്മാർ ആചരിച്ചു വന്ന കത്രമേശ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിനെ പ്രതി, ജീസസിനെ ഓർക്കുന്ന, ജീസസിന് വേണ്ടി, അതാണ് പിന്നെ ശിഷ്യന്മാരനുഷ്ഠിച്ചു വന്ന കത്രമേശ എന്ന് പറയുന്നത്. ഇത് ആരനുഷ്ഠിച്ചു വന്നതാണ്? യഹൂദന്മാരനുഷ്ഠിച്ചു വന്നതാണ്. ഫൈൻ. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഈ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യഹൂദൻ്റെ ഒരു കൾച്ചറിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഇന്നത്തെ സഭകളെല്ലാം ഇന്നത്തെ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്ന ആചാരാനുഷ്ഠാനത്തെ അവരുടേതാക്കി വെച്ചിരിക്കുന്നത്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. നമ്മളിത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ഫൈൻ. കാരണം ഇത് യഹൂദന് വേണ്ടിയിട്ടുള്ള ഉത്സവമാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അതിനകത്തില്ല. യഹൂദൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക്, എസ്പെഷ്യലി കേരളത്തിലുള്ള മലയാളികൾക്ക്, ബാക്കിയുള്ള ക്രിസ്ത്യാനികളുടെ കാര്യം ഞാൻ വിട്ടേക്കാം, കേരളത്തിലുള്ള മലയാളികൾക്ക് പെസഹയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു കുലബന്ധവുമില്ല. അപ്പോൾ ഇന്നുള്ള സഭകളെല്ലാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ അവരുടെ നിയന്ത്രണത്തിനകത്ത് നിർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളാണ് ഇന്ന് സഭകളിൽ ഇരിക്കുന്ന എല്ലാ സാക്രമെന്തും. അത് തിരുവത്താഴമായിക്കോട്ടെ, അല്ലെങ്കിൽ കുർബാന ആയിക്കോട്ടെ, സ്നാനമായിക്കോട്ടെ, ഏത് കൂദാശയായിക്കോട്ടെ, ഇതെല്ലാം യഹൂദൻ്റെ കൾച്ചറിൽ നിന്ന് കടമെടുത്ത് ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇന്നത്തെ സഭാവിഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറും പൊള്ളയായ അർത്ഥം ഇല്ലാത്ത അനാചാരങ്ങൾ മാത്രമാണ്. ഇതിനകത്ത് നമ്മൾ ഇന്ന് പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ അവരുടെ നിയന്ത്രണത്തിനകത്ത് നമ്മളിങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം. ശരിക്കും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുണ്ടെങ്കിൽ മതവ്യവസ്ഥയിൽ നിന്ന് യേശു പുറത്തേക്ക് വന്നതുപോലെ, ശിഷ്യന്മാർ പുറത്തേക്ക് വന്നതുപോലെ, പൗലൂസ് പുറത്തേക്ക് വന്നതുപോലെ നിങ്ങളും മതവ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് പള്ളി വേണ്ട, അതിന് ആ പാസ്റ്റർ വേണ്ട, പട്ടക്കാർ വേണ്ട, അതിനൊരു ഒരു 4 ചുവരുകൾക്കകത്തുള്ള ഒരു പരിപാടി വേണ്ട. ശരിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതിന് യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലിരുന്നാൽ മതി, അറയ്ക്കുള്ളിൽ കിടന്നാൽ മതി, ഒരു മുറിക്കകത്തിരുന്നാൽ മതി. ദൈവവും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആരാധന ബന്ധം, ആ അനുഭൂതി, ആസ്വാദനം നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ലൈഫിനകത്തുള്ള എല്ലാ പ്രാർത്ഥനകളും ദേവാലയത്തിന് പുറത്തായിരുന്നു, വിജനമായ സ്ഥലങ്ങളിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. യേശുവിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഒറ്റയ്ക്കായിരുന്നു. സോ ഇതേ ഒരു അനുഭവം നമുക്കും ഉണ്ടാകണമെന്നാണ് യേശുവും അപ്പോസ്തലന്മാരും ആഗ്രഹിക്കുന്നത്. നമുക്കും വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ആസ്വാദന ബന്ധം വേണം, ഒരു ഇൻറ്റിമസിയിലുള്ള ബന്ധം വേണം. അതാണ് ശരിക്കും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. സോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതേ ഉള്ളൂ. യേശുവിൻ്റെ ലൈഫിനകത്ത് മതവ്യവസ്ഥയിൽ നിന്ന് മാറി ആത്മാവിൻ്റെ ജീവിതക്രമത്തിനകത്തേക്കുള്ള ഒരു ട്രാൻസിഷനാണ് പെസഹയിലൂടെ ഒരു ഡിസിഷനായിട്ട് താൻ ശിഷ്യന്മാരോട് അറിയിക്കുകയും ഇനി താൻ അത് ആചരിക്കത്തില്ല എന്നും, അത് മതത്തിൻ്റെ അല്ലെങ്കിൽ ആ മതവ്യവസ്ഥയുടെ ന്യായപ്രമാണ
പ്രമാണത്തിൻ്റെ ആചാരമാണെന്നും ഇതുമായിട്ട് ഇനി എനിക്ക് ബന്ധമില്ല എന്നും ഞാൻ മറ്റൊരു വ്യവസ്ഥയിലേക്ക്, ദൈവരാജ്യം എന്ന് പറയുന്ന മറ്റൊരു വ്യവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ ലൈഫിനെ മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുവെന്നും പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ഈവൻ്റായിരുന്നു അന്ത്യ അത്താഴം, അല്ലെങ്കിൽ യേശുവിൻ്റെ അവസാനത്തെ പെസഹ. ഫൈൻ. അപ്പോൾ ഞാനും ഇന്ന് നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ ചർച്ചിൻ്റെ വ്യവസ്ഥകളൊക്കെ മതിയാക്കിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഏകദേശം 10 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഒരു കുർബാനയും ഒരു തിരുവത്താഴവും സ്വീകരിക്കാറില്ല. ഞാൻ ചർച്ചിനകത്തുള്ള ഒരു സർവീസിനും ഒരു ആരാധനയ്ക്കും, സോ കോൾഡ് ആരാധന എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ചർച്ച് നടത്തുന്ന സോ കോൾഡ് ഈവൻറ്റുകൾക്കൊന്നും സർവീസുകൾക്കൊന്നും ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പങ്കെടുക്കാറില്ല. ഞാൻ ഈവൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു എങ്കിൽ പോലും ഞാൻ പള്ളിക്കകത്തുള്ള ഒരു കൂദാശകളും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. ഞാനൊരു വ്യക്തിയെപ്പോലും പള്ളിക്കകത്ത് സ്നാനപ്പെടുത്തിയിട്ടില്ല. പള്ളിയുടെ നിയമവ്യവസ്ഥകൾ വെച്ച് ഒരു വ്യക്തിയെപ്പോലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല, ഒരു കുർബാന നടത്തിയിട്ടില്ല, ഒരു ചർച്ച് സർവീസ് നടത്തിയിട്ടില്ല. ഈ 10 വർഷത്തിനകത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. കാരണം ഈ വ്യവസ്ഥകളുമായിട്ട് എൻ്റെ ലൈഫിനെ ഞാൻ ഡിറ്റാച്ച് ചെയ്തിട്ട് ദൈവം വച്ചിരിക്കുന്ന ആത്മപ്രമാണത്തിനകത്ത് ജീസസ് ജീവിച്ചതുപോലെ, ശിഷ്യന്മാർ ജീവിച്ചതുപോലെ ദൈവം വെച്ച വ്യവസ്ഥയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനും ജീവിക്കുകയാണ്. മറ്റുള്ളവരെ ജീവിക്കാനായിട്ട് ഞാൻ പ്രാപ്തനാക്കുകയാണ്. ഇനിയും നിങ്ങൾ അടിമ നുഖത്തിനകത്ത് കുടുങ്ങിക്കിടക്കരുത്. സോ യേശു ആദ്യം ആ അടിമ വ്യവസ്ഥയ്ക്കകത്തുനിന്ന് പുറത്തു വന്നു. കൂടെ 12 ശിഷ്യന്മാരെ യേശു ജീവിച്ച അതേ കൾച്ചറിൽ ജീവിക്കാനായിട്ട് യേശു അവരെ പരിശീലിപ്പിച്ചു. അങ്ങനെ അവരുടെ ലൈഫും മതവ്യവസ്ഥയിൽ നിന്ന് ടോട്ടലി ഫ്രീ ആയി ജീസസ് ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചതനുസരിച്ച് അവരുടെ ലൈഫ് മുമ്പോട്ട് പോയതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. അതിലോടൊപ്പം പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയും പിന്നീട് ആ വ്യവസ്ഥയുമായിട്ട് കണക്റ്റഡായിട്ട് ആ ദൈവം ആഗ്രഹിച്ച ജീവിതക്രമത്തിനകത്ത് മതത്തിൽ നിന്നെല്ലാം പുറത്തു വന്നു. പൗലോസിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. സോ അദ്ദേഹം ഒരു പാരമ്പര്യ യഹൂദ വിശ്വാസിയായിരുന്ന അദ്ദേഹം അതിനെല്ലാം പൂർണ്ണമായിട്ട് ചപ്പും ചവറും എണ്ണിയിട്ട് ആ മതവ്യവസ്ഥയ്ക്കകത്ത് നിന്ന് പൂർണ്ണമായും വെളിയിൽ വന്ന് ആത്മാവിൻ്റെ വ്യവസ്ഥയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് പൗലോസ്. സോ ഈ വ്യക്തികളെല്ലാം അപ്പോസ്തലന്മാരും പൗലോസും ഉൾപ്പെടെയുള്ള അനേകം വ്യക്തികൾ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് പുതിയ നിയമത്തിനകത്ത് എടുത്തു കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മളിന്ന് അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും പുരോഹിതന്മാരും ബിഷപ്പുമാരും അച്ഛന്മാരും പാസ്റ്റർമാരും മതഭക്താക്കളുമാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അന്നത്തേക്കാൾ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളിന്ന് മനഃപൂർവ്വം കൊണ്ടുവന്ന് തലവെച്ച് അടിമനുഖത്തിൽ കിടക്കുവാണ്. അവിടെ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ആസ്വദിക്കുവാൻ, ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സോ ഇന്ന് ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഞാൻ അന്ന് ജീസസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. ആ മതവ്യവസ്ഥയെ പൊളിച്ചിട്ട്, കപടതയെ പൊളിച്ചിട്ട്, ശരിക്കുമുള്ള ദൈവം ആഗ്രഹിക്കുന്ന ട്രൂത്ത് വേൾഡിനെ ജനങ്ങളിലേക്ക് കണക്ട് ചെയ്ത് അവരുടെ ലൈഫിനെ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് ആസ്വാദനത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജീവിതം കൊടുക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പെസഹയെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. അടുത്ത യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ഒക്കെയാണ് അടുത്ത് സംസാരിക്കേണ്ടത്. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നാളത്തെ മീറ്റിങ്ങിനകത്ത് യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആത്മീയ സത്യം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് ഇപ്പോൾ എൻ്റെ യൂട്യൂബിനകത്തും വാട്സാപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്, FBക്കകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളത്തെ ലൈവിൽ ഒന്നുകൂടെ ചിന്തിക്കാം. സോ ഇന്ന് ലൈവിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നാളെ 8 മണിക്ക് വീണ്ടും കണക്റ്റ് ആകുക, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഞാൻ ഇന്ന് ചെയ്ത കാര്യത്തിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷനോ ക്വസ്റ്റ്യനായിട്ടോ ഡൗട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണമായിട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിലോട്ടൊക്കെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കമൻസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്കിടാം. നിങ്ങൾ പറയുന്ന ക്ലാരിഫിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ അതും അതിനകത്ത് റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കാതെ മതത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാവരെയും ദൈവം ആകർഷിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയവും തുടിക്കട്ടെ. ബ്ലെസ് യു ആൾ. താങ്ക് യു.